ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നല്ല വൃത്തിയോടുകൂടി ഹെമ്മിങ് ചെയ്തെടുക്കുക എന്നാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതിനു വേണ്ടി എപ്പോഴും നമ്മൾ ക്രോസ് പീസിൽ മാത്രമേ നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ക്രോസിൽ വരുന്ന ഭാഗമാണ്. നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ ഭാഗങ്ങളാണ് നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ക്രോസിൽ നമ്മളത് കറക്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇത് നമ്മുടെ നേരെ നമ്മുടെ കരവശമാണ്. അപ്പോൾ നമുക്ക് ഇത് ക്രോസിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ക്രോസിലാണുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നു കേട്ടോ. നമുക്ക് എത്രയാണോ ഈ ഒരു പീസിൻ്റെ നീളം ആവശ്യം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത്തിനനുസരിച്ച് നമ്മുടെ കഴുത്തിൻ്റെ റൗണ്ടിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്കിത് എത്രയാണോ പീസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ക്രോസിൽ പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിത് ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ നമുക്കിതിൻ്റെ നീളം കൂട്ടേണ്ടതുണ്ട്. നമ്മൾ 1.25 ഇഞ്ച് വീതിയാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ നീളം കൂട്ടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. നമ്മൾ ഈ ഒരു പീസ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. സാധാരണ ജോയിൻറ്റ് ചെയ്യുന്ന പോലെ നേരെ ജോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരു പീസിന് ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പീസിനെയും നമ്മൾ ജോയിൻറ്റ് ചെയ്യേണ്ട പീസിനെയും ഇതുപോലെ ക്രോസിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു പീസിനെ കേട്ടോ, ഈ ഒരു പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ക്രോസിൽ ഇതുപോലെ വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ. ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു കേട്ടോ. ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതിനെ നമ്മൾ ഇതുപോലെ വെച്ച് രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം ഇതുപോലെ നിവർത്തി ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പീസ് ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലെങ്ത്തിൽ നമുക്ക് ഇനിയും തുണി ഇവിടെ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത പീസ് കൂടി നമുക്ക് ഇതുപോലെ ജോയിൻറ്റ് ചെയ്യാം. ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ കൂടുതൽ ജോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. എന്നാൽ ലെങ്ത്ത് കൂടുതൽ പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 പീസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. നമ്മുടെ ബ്ലൗസിൻ്റെ ലൂപ്പൊക്കെ തുന്നുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് എപ്പോഴും തുടങ്ങുക. ആദ്യം നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മുന്നിലേക്ക് തള്ളി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് അല്ലോ. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മുന്നിലേക്ക് തള്ളി വെച്ച് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു. എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചുരുക്കുകയോ വലിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് ഷോൾഡർ ഭാഗത്തുള്ള ജോയിൻറ്റ് ഭാഗം നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വെച്ച് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ തയ്ച്ചാൽ മതി. കൂടുതൽ വീതിയിൽ ഇവിടെ തുന്നി പിടിക്കാൻ പാടില്ല. വൃത്തി ഉണ്ടാവില്ല ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോൾ. ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഒരേ വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കേട്ടോ. ഈ ഒരു കട്ടിങ് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കണ്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെയൊക്കെ നല്ലവണ്ണം നഖം വലിച്ച് ഈ ഒരു പീസിനെ നഖം വലിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുന്നു കേട്ടോ. ഇതുപോലെ നഖം വലിച്ച് പ്രസ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ 1/2 ഇഞ്ച് മുന്നിലേക്ക് തള്ളി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തെ ഉള്ളിലേക്ക് മടക്കി ഈ ഒരു ഭാഗത്തെ വീണ്ടും ഉള്ളിലേക്ക് മടക്കി നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൂടിയാണ്, ഈ ഒരു തുണിയുടെ സൈഡിൽ കൂടിയല്ല. നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിൽ കൂടി
കണ്ടോ, ഈ ഒരു പീസിന്റെ മുകളിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരേണ്ടത്. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കി കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കി ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെയും കണ്ടോ, നമ്മുടെ ഈ ഒരു എൻഡ് വശം നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള തുണിയും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കണ്ടോ, ഇതിനെ വീണ്ടും ഇതുപോലെ മടക്കി ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി നമുക്കിതിൻ്റെ ഉൾവശത്തുള്ള പീസിനെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, അധികം വരുന്ന പീസിനെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു പീസിനെ നിർബന്ധമായും നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, അപ്പോൾ ഇതിന് നല്ല വശം ഇതുപോലെയാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും കണ്ടോ, അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഉൾവശവും കിട്ടും. ഇനി നമുക്കിത് ഹെമ്മിങ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ സൂചി നൂൽ കോർത്തതിന് ശേഷം ഒരു നൂലിൽ കണ്ടോ, ഈ ഒരു കോർത്തതിന് ശേഷം ഒരു നൂലിൽ നമ്മൾ ഇതുപോലെ പിടിച്ച് ഇവിടെ നമ്മളൊന്ന് പിരിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് വലിച്ചാൽ നമുക്കവിടെ കെട്ട് കിട്ടും. കണ്ടോ, നമുക്കവിടെ കെട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഹെമ്മിങ് ചെയ്ത് തുടങ്ങുന്നു. ആദ്യം നമ്മൾ ഈ ഒരു പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഇവിടെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കെട്ടിട്ട് ഹെമ്മിങ് ചെയ്യുക. ഹെമ്മിങ് ചെയ്ത് തുടങ്ങുക. ഇതുപോലെ കെട്ടിട്ട് കൊണ്ട് ഹെമ്മിങ് ചെയ്യുക. ഈ ഒരു എൻഡ് വശം നമ്മൾ തുടങ്ങുന്ന ഭാഗം ഇതുപോലെ നല്ലവണ്ണം കെട്ടിട്ട് അതിനുശേഷം നമ്മുടെ ഇവിടെ ഹെമ്മിങ് ചെയ്ത് തുടങ്ങുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗങ്ങൾ ഇതുപോലെ മടക്കി കൊടുക്കും. ഇവിടെ നിന്ന് നമ്മളിലേക്ക് മടക്കി നമുക്കത് ഹെമ്മിങ് ചെയ്യാം. ദൂരെ കുത്തി ഹെമ്മിങ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ കറക്റ്റായി മടക്കി കൊടുത്താൽ നമുക്കിത് നല്ല കൂടുതൽ അകലത്തിൽ ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ആവശ്യം എടുക്കുകയും വേണം. അതുപോലെ തന്നെ ചെറുതായി ഇതുപോലെയാണ് ഈ ഒരു ഭാഗം തയ്ക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഉൾവശത്ത് വരുന്ന എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് നമ്മുടെ സ്റ്റിച്ചിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റുകയും വേണം. മടക്കി എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല അപ്പൊ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ടൈമിന് വേണ്ടിയാണ് നമ്മുടെ ക്രോസ് പീസിൽ നമ്മൾ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇതുപോലെ വസ്തു വരുന്ന അധികം വരുന്ന തുണിയെ നമ്മൾ സൈഡിൽ കൂടി പരമാവധി സൈഡിൽ കൂടി കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്ത് ഇതുപോലെ മടക്കി കൊടുത്താൽ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയും. എല്ലാ സ്ഥലത്തും ഒരേപോലെ അതുപോലെ തന്നെ മടക്കി തയ്ക്കുകയും വേണം. കേട്ടോ, ഇവിടെയൊക്കെ നല്ലവണ്ണം ഒന്നൊരു കെട്ടിട്ട് കൊടുക്കുക. കേട്ടോ, ഇതിന്റെ ഉൾവശങ്ങളിലെ സ്ഥലത്തും ഒരേ രീതിയിൽ കണ്ടോ നമ്മൾ വൃത്തിയോടുകൂടി നിൽക്കുന്നത് കണ്ടോ, നല്ല വൃത്തിയോടുകൂടി തന്നെ അനുഭവപ്പെടാതെ എടുക്കാൻ കഴിയും. കറക്റ്റ് ടൈറ്റോ ചുളുക്കൊന്നും വരാതെ നിങ്ങൾക്ക് നമുക്കിത് അതുപോലെ നല്ല വശവും നല്ല വശവും നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. നല്ല വൃത്തിയോടുകൂടി എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലാണ് ആ ഒരു രീതി വരുന്നത് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾക്കും ചെയ്തെടുക്കാൻ കഴുത്ത്. ഇനി നമുക്ക് ഇതിന്റെ ഹെമ്മിങ് ചെയ്യാം. അതിനുശേഷം റൗണ്ട് വരുന്ന ഫിനിഷിംഗിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഹെമ്മിങ് ചെയ്തെടുക്കാൻ ചുരുക്കൊന്നും വരാതെ തന്നെ നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇതിന്റെ എൻഡ് വശം നമ്മൾ ഇതുപോലെ തന്നെ ഇതുപോലെ നല്ലവണ്ണം ഇതിൽ കെട്ടിട്ട് നമുക്ക് ഇവിടെ നൂല് കട്ട് ചെയ്ത് മാറ്റി ഹെമ്മിങ് ചെയ്ത് നിർത്തും. നമ്മൾ ഇവിടെ ഹെമ്മിങ് ചെയ്ത് നിർത്തുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഉൾവശം നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും നല്ല വൃത്തിയോടുകൂടി ഒരേ രീതിയിൽ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചുളുക്കോ വൃത്തിയോടുകൂടി തന്നെ നമ്മൾ ഇതെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹെമ്മിങ് ചെയ്ത് നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്ത് ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.